അതെ ഈ യൂസഫ് നബ്ഹാനി തന്നെ ജീവിച്ച കാലഘട്ടം ഏതാണ്? 932 അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ നമ്മൾ 921 കാലഘട്ടങ്ങളിൽ ഇവിടെ ജീവിച്ചിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ ആലി മുസ്ലിയാർ ഈ കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതനാണ്. അപ്പോ ഇതിന് ഒരു വലിയ കാലപ്പഴക്കമൊന്നുമില്ല ആ കിതാബിന് തന്നെ. പിന്നെ അവിടെ 2 കെട്ട് മുടിയുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ എപിക്കാര് ഇകെക്കാരും ജീവിച്ചിരിപ്പുണ്ട് എന്നല്ല ഹമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞത്. ആ ക്ലിപ്പ് യഥാർത്ഥത്തിൽ പേരോട് കട്ട് ചെയ്ത് കളവ് നടത്തിയതാണ്. എപിക്കാരായ സുഹൃത്തുക്കൾ കുറ്റ്യാടിയിലെ ഹമീദ് ഫൈസിയുടെ പ്രസംഗം മുഴുവനൊന്ന് കേൾക്കണം. അവിടെ എന്താണ് ഹമീദ് ഫൈസി പറഞ്ഞത്? ഹമീദ് ഫൈസി ഉസ്താദ് അവിടെ പറഞ്ഞത്, അവിടെ 2 കെട്ട് മുടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് വീണ്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവിടെ ഇല്ല, ഏത് പത്രത്തിലാ വന്നത്? അപ്പൊ അവിടെ 2 കെട്ട് മുടിയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഹമീദ് ഫൈസി ഉസ്താദ് അബുദാബിയിലേക്ക് വെല്ലുവിളിച്ചത്. അല്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും എപിക്കാർ ഇവിടെ ഉണ്ടോ? എന്നിട്ട് അടിരേഖ പരിശോധിക്കാനാണ്. ഇത് പരിശോധിക്കാൻ അബുദാബി പോകേണ്ട കാര്യമില്ല. 2 കെട്ട് ഹക്കീമിന്റെ പുസ്തകത്തിലുണ്ട്. പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഇവർ നിയൽ പരിശോധിക്കാൻ വരുമെന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. കാരണം ഇവർ നിയൽ പരിശോധിച്ചു കഴിഞ്ഞു. നമ്മളെപ്പോലെ അവർക്കും ബോധ്യപ്പെട്ടു അതിന് നിയലുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ എത്ര വെല്ലുവിളിച്ചാലും അവരതിന് തയ്യാറാവില്ല. സനദിന്റെ കാര്യത്തിൽ അവർ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ, ലോകത്തുള്ള മുഴുവൻ ആസാറുകളെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ലോകത്തുള്ള മുഴുവൻ മുടികളും കൊണ്ടുവന്ന് നിയൽ പരിശോധിക്കണം, എങ്കിൽ മാത്രമേ മർക്കസിലെ നിയൽ പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാവൂ എന്നവർ പറയും. കാരണം സനദ് പോലെ എല്ലാം വ്യാജമാണ്. കൂടുതൽ പറയുന്നില്ല, ഒരുപാട് ആൾ ക്യൂവിലുണ്ട്. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കാവോ? ഓക്കെ ഉസ്താദെ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഉദാഹരണത്തിന് നമ്മുടെ ഉസ്താദ് നൂർ ഫൈസി ഉസ്താദ് തന്നെ പി എം എടുക്കല്ലേ ഉസ്താദ്, നമ്മൾക്ക് ഉദാഹരണത്തിന് ഒരു ഷാർ മുബാറക്ക് വെള്ളം എന്നോട് പറയാണ്, മോനെ ഇത് ഷാർ മുബാറക്ക് വെള്ളമാണ്, നീ ബർക്കത്തെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ അത് ബർക്കത്തെടുത്ത് കുടിച്ചു. ഇദ്ദേഹം ആ സകലം പരട്ടി. എങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നു, എന്നെ അതാവാ ആരെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ അള്ളാഹും അദ്ദേഹവുമായി തീർക്കട്ടെ, ഞാൻ അത് ബർക്കത്തെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് അള്ളാഹുവിനെടുക്കുന്ന എനിക്ക് കുറ്റം ഉണ്ടാവുമോ? ഇതാണ് എനിക്കറിയേണ്ടത്. എന്റെ ഹൃദയം കാണുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ എന്നെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരും അള്ളാഹുമായിട്ട് തീർക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇതെന്ത് ഉസ്താദിന്റെ അഭിപ്രായം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂർ ഫൈസി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര നല്ല വിശ്വാസമുണ്ട് എങ്കിലും ചില വിഷയങ്ങൾ നൂർ ഫൈസി ഉസ്താദിന്റെ അടുത്ത് പൊളിഞ്ഞാലോ, നൂർ ഫൈസി ഉസ്താദ് തൊള്ള തുറന്നാ പച്ച നുണേ പറയുള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ബർക്കത്ത് എടുക്കരുത്. ഇത് ഏത് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് ആയിക്കോട്ടെ, പിന്നെ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ ഏത് പൊട്ടനും മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിന്റെ അവസ്ഥ ഉള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിക്കുന്നി വരെയായിരുന്നു, പെരടി വരെയായിരുന്നു എന്നൊക്കെ ഹദീസിലുണ്ട്. എന്നാൽ ഈ മുടിയാണെങ്കിലോ 1 മീറ്ററോളം ഒക്കെ നീളമുള്ള മുടിയാണ്. അപ്പൊ ഇനിയിപ്പോ നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞു നിൽക്കത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഓരോരുത്തർക്കും അന്ന് വിതരണം ചെയ്ത് 1 മുടിയും 2 മുടിയും 3 മുടി ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അടുക്കലുള്ളത്. ഇത് ഈ വ്യക്തിന്റെ അടുക്കൽ ആയിരക്കണക്കിന് മുടികളാണ്, കെട്ടുകണക്കിന് മുടികളാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് നൂർ ഫൈസി ഉസ്താദാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇന്നലെ ആരോ ചോദിച്ചതുപോലെ
ഒരാൾക്ക് മാസം കണ്ട് പിന്നെ പിന്നെ അയാളെ ആദ്യ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇയാൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആൾക്കാർക്ക് നോമ്പ് നോക്കി നിർബന്ധമല്ലേ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പൊ അത് ഇതാണ്, അതിന് സാധ്യത വേണമെന്നാണ്. റമദാൻ ഷാബാൻ 29-നാണ് ഇയാൾ പറഞ്ഞത്. ഇയാളാണെങ്കിൽ വിശ്വസ്തനാണ് ആയ ആണ് എന്ന് ഇയാൾക്ക് ഉറപ്പാണ്. അപ്പോൾ അത് വിശ്വസിക്കണം. ഇതല്ല ഞാൻ അതിന് മറുപടി പറഞ്ഞ പോലെ ഷാബാൻ 25-നാ പറഞ്ഞത്, ഞാൻ നല്ല റംസാൻ മാസം ഇന്ന് എന്ത് ചെയ്ത് ആ റംസാൻ മാസപ്പിറവ് ഞാൻ കണ്ടെന്ന്. അപ്പൊ അത് നൂർ ഫൈസി ഉസ്താദ് പറഞ്ഞാലും ശരി വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ സാധ്യത വേണം. സാധ്യത, ഒരിക്കലും സാധ്യത ഇല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറയാണ്. ശേഷം സുന്നീസൻ ഇൻഷാ അല്ലാഹ് മൈക്കെടുക്കും. അസ്സലാമു അലൈക്കും. ഇന്നലെ അത് വളരെ വ്യക്തമായിട്ട് നൂർ ഫൈസി ഉസ്താദ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. കാരണം റസൂൽ നമ്മുടെ മുമ്പിൽ നിരവധി അനവധി തെളിവുകളുണ്ട്, അതിന്റെ മെത്തേഡുകളുണ്ട്. ഒന്ന് അതിന്റെ സഹീഹായ സനദ് പരിശോധിക്കുക. അതിന് സഹീഹായ ഒരു സനദുണ്ടോ? ഈ പറയപ്പെടുന്ന വ്യക്തി മുതൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മുട്ടുന്ന ഒരു സനദുണ്ടോ? നമ്മൾ എന്തിനാ വെറുതെ പോയിട്ട് കാണാൻ മുടിയൊക്കെ എടുത്ത് ബർക്കത്തെടുക്കേണ്ട ആവശ്യം? അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ പോയി ബർക്കത്തെടുത്താൽ ഈ ആളുകളുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ പറയാറുണ്ടല്ലോ, തർബിയത്ത് നമുക്ക് വേണ്ടേ, നമുക്കൊരു ഷെയ്ഖിന്റെ അടുത്ത് പോകണ്ടേ, ഒരു ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് പിന്നെ ഷെയ്ത്താനല്ലേ എന്ന ചോദ്യത്തിന് പോലും മറുപടി എന്താ പറയല്? നമ്മൾ കാണുന്ന ഷെയ്ഖന്മാരെത്തൊന്നും പോകണ്ട, കാരണം ഏതാണ് നമുക്ക് നല്ലതെന്ന് അറിയില്ല, അതുകൊണ്ട് ഷെയ്ഖന്മാരെത്തൊക്കെ പോകണ്ട. അന്നത്തെ കാലത്ത് വ്യാജമുള്ളത് കൊണ്ട് ഒറിജിനലിലെത്തും പോകണ്ടെന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരെ വരെ വ്യാജമായ ഷെയ്ഖുകൾ ഉള്ളത് കൊണ്ട്, ഷെയ്ഖന്മാരുള്ളത് കൊണ്ട് ഒറിജിനൽ ആളുകളെടുത്തിട്ട് പോലും പോകരുത് എന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പ്രതിവാദം നടത്തുകയും അതിനുവേണ്ടി ലേഖനങ്ങൾ എഴുതുകയും അതിനുവേണ്ടി പുസ്തകങ്ങളുടെ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവരാണ് വരെ. വ്യാജന്മാർ പറയുന്നവരാണ്. അതാണ് പ്രശ്നം. എന്നിട്ട് അങ്ങനത്തെ സമയത്ത് റസൂലുള്ളാഹി മുബാറക്കിനോട് യോജിക്കുന്ന ഒരു സാധ്യതയും ഇല്ലാത്ത, കത്തിച്ചാൽ കത്തുന്ന ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബത്തുൽ കിറാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്ന മുഴുവൻ ആളുകളും രേഖപ്പെടുത്തിയതിന്റെ ഘടകവിരുദ്ധമായ രൂപത്തിൽ അതിന്റെ നീളത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള ഒരു സാധനത്തിനെ പോയി ബർക്കത്തെടുക്കാൻ എങ്ങനെ ഒരു മുസ്ലിമിന് തോന്നാം? കാരണം ഈ ചെങ്ങായിന്റെയൊക്കെ ഷെയറില്ല, പിന്നെ ഈ ചെങ്ങായിന്റെയൊക്കെ അതിന്റെ സനദില്ല, ഇയാളെ മുടി കത്തും, ഇയാളെ മുടിക്ക് ഒരു അസാധാരണത്വമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കേശമാണെങ്കിൽ അത് അസാധാരണ മുടിയായിരിക്കും. മർക്കസിലെ മുടിക്ക് എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അതുണ്ടെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഈ ആളുകൾ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെല്ലാം തീർത്ത് ബോധ്യമായാൽ റസൂലുള്ളാഹിന്റെ പടിക്കിറങ്ങണമെന്നുണ്ടെങ്കിൽ അബൂജാഹിലിന്റെ ബസ്സിൽ കയറിയ റസൂലുള്ളാഹിന്റെ പടിക്കിറങ്ങാൻ കൂടൂല. അപ്പൊ ഉണ്ടാകുന്ന അപകടമാണ്. അതിനൊരു സപ്പോർട്ടാണ്. റസൂലിനെതിരെ വ്യാജം സൃഷ്ടിച്ചവർക്ക് നമ്മൾ നൽകുന്ന സപ്പോർട്ട് നിങ്ങൾ ആലോചിച്ചാണ്. ഇപ്പൊ നമ്മളെ അയ്യപ്പൻ മുളക്കിന്റെ അവിടെ പോയി നല്ല സ്ഥിതിയെന്ന അവിടെ നടക്കുന്ന പിന്നെ ബഹുദൈവ ആരാധനയ്ക്ക് നമ്മൾ നൽകുന്ന ഒരു സപ്പോർട്ടായി മാറുന്നത്. നമ്മൾ അവിടെ പോയി നിന്ന് അത് വിജയിപ്പിച്ച് നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ പൂരങ്ങൾക്കൊക്കെ പോയി അതൊക്കെ വിജയിപ്പിച്ച് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക? അത് വലിയ ഒരു പിന്നെ അപരാധമായി മാറുന്നു. അത് വലിയൊരു തെറ്റായി. അതൊരു അവ വല്ലാത്ത നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് വലിയ അപകടമല്ലേ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്തൊരു കേശം റസൂലുള്ളാഹിന്റെ പേരിൽ വ്യാജം ആരോപിക്കുമ്പോൾ ആ വ്യാജമായ സംഗതിക്ക് നമ്മുടെ വക ഒരു പിന്തുണ. അപ്പൊ അങ്ങനെ ആളുകൾക്ക് അതൊരു പ്രചോദനം കൂടിയാവും. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ നാളെ വേറെ ആൾക്കാരും കൊണ്ടുവരും. ഇത് നല്ലൊരു ഐഡിയയാണ്, ആളുകൾ വരും, ഇതിന്റെ വെള്ളം കുടിക്കും, നമുക്ക് എന്തെങ്കിലും 1000, 2000, 3000, 4000, 10000, ലക്ഷമോ കോടിയോ ഒക്കെ ആളുകൾ തരും. ഈ ഒരു രൂപത്തിൽ റസൂലുള്ളാഹിക്ക് വ്യാജം സൃഷ്ടിക്കുന്നവർക്ക് ഒരു പിന്തുണ കൊടുക്കൽ പോലും വലിയ തെറ്റ് തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞിട്ടായാലും മടിയിൽ അറിയാതെ ആയാലും മതി, വലിയൊരു തെറ്റായി അത് മാറും. ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സമൂഹത്തിന്. പണ്ഡിത സംസ്ഥകളുടെ ജമിയത്തുലമയും അതിന്റെ പിന്നെ പോഷക സംഘടനകൾ മുഴുവൻ അതിന്റെ എല്ലാ തെളിവുകളും വെച്ച് അത് മുഴുവൻ റെക്കോർഡുകൾ ചെയ്യപ്പെട്ട് അത് പത്രക്കാരെ മുമ്പിൽ വെച്ച് നമ്മുടെ ക്ലാസ് റൂമുകളിൽ വെച്ച് നിരവധി അനവധി സ്റ്റേജുകളിലും പേജുകളിലും ഒക്കെ അത് ബോധ്യപ്പെടുത്തിയിട്ടും സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സത്യം ഗ്രഹിക്കാഞ്ഞിട്ടല്ല, അസത്യമാണെങ്കിലും അതിന് പിന്തുണ കൊടുക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. അസത്യത്തിന് കൂട്ടുനിൽക്കലും അതും വ്യാജത്തിന് കൂട്ടുനിൽക്കലും ഒക്കെ അതേ തെറ്റ് തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ ചെയ്യുന്നത് എന്നുകൂടി ഈ സമയത്ത് ഓർക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചോദിക്കാമോ? ഓക്കെ. എന്റെ സംശയം, ബഹുമാനപ്പെട്ട ജാലിയവാലയുടെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന മുടി നിങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആ മുടി മറ്റാരുടേതോ മുടിയാണ്. പക്ഷെ അങ്ങനത്തേതായ ഒരു മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാത്ത ഒരു മുടി എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? ഏത് ഫിഖിന്റെ ഗ്രന്ഥത്തിലാണ് അങ്ങനെ എടുത്തു വെക്കാം എന്ന് പറഞ്ഞത്? അതിനൊരു വ്യക്തമായ തെളിവ് എനിക്ക് പറഞ്ഞു തരണം. നിങ്ങള് ആദ്യം ഒരു മുടി കൊണ്ടുവന്നു, രണ്ടാമത് ഇപ്പൊ ഒരു മുടി കൊണ്ടുവന്നു, നാളെയും മുടി കൊണ്ടില്ല എന്ന് എന്താ തെളിവുള്ളത്? അപ്പൊ ഇനി എപ്പോ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ മുടി കൊണ്ടിരുന്നത് വരെ അതിന് തെളിവായിട്ട് വരും തലമുറക്ക് കാണിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ആ മുടി അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയല്ല, ചില കാര്യങ്ങള്, ചില സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി. മുടിയും നഖവും ഒക്കെ കുഴിച്ചിടണം. അപ്പൊ ഇതെന്തിനാ സൂക്ഷിക്കുന്നതെന്ന് മാഷാ അല്ലാഹ് നൂർ ഫൈദി ഉസ്താദിന് അതിന് ബാക്കി മറുപടി പറയും. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരിൽ വന്ന ഒരു ആരോപണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത ഒരു മുടി റസൂലുള്ളാഹിന്റേതാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോ നിങ്ങൾ പറയുന്ന മുടി ഞങ്ങളടുത്തും ഉണ്ട്, റസൂലുള്ളാഹിന്റെ മുടിക്ക് വേണ്ടുന്ന ഒരു സ്വഭാവം അതിനില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിനെ സഹായിക്കുക, ദീനിനെ സഹായിക്കുക, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി അടുത്ത് ബാസ് ബദീര അദ്ദേഹം വഴിക്കെടുക്കുക. അല്ല, ഞാൻ അദ്ദേഹം വഴിക്കെടുക്കട്ടെ. ആര്? അല്ല ബാസിന് ഡൗട്ടുണ്ടാ? അപ്പൊ ഒരു വലിയൊരു കാര്യമായിട്ട് കാത്തുനിന്ന് ചോദിച്ച ചോദ്യപ്പോ അതെ, എന്തിനാ നിങ്ങളെ തട്ടിപ്പ്? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം പടവന്മാരും വേറെയൊക്കെ പൊട്ടന്മാരും എന്നാ? നിങ്ങളുടെ ആകെ പൊളിഞ്ഞില്ലേ, ആകെ നാണം കെട്ടുപോയില്ലേ? ഒരിക്കലും മാത്രം കെടുന്ന് ഇത് ആ മർക്കസ് സമ്മേളനത്തിൽ അത് അങ്ങനെ കാണുമ്പോ എന്താ വിചാരിച്ചു? ഹസ്രജിന്റെ അടുത്ത് ആകെ ചെറിയൊരു മുടി കഷ്ണുണ്ട്, ആകെ ഒരു കഷ്ണുണ്ട്. അത് സൂക്ഷിക്കാന് പറ്റുന്ന ഒരാളിപ്പോ ആരാ? സ്വപ്നത്തിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണിച്ചു കൊടുത്തിക്കാണ്. ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരാളുണ്ട്, അയാളത്തെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. ആ രീതിയിൽ ഏൽപ്പിച്ച ഒരു അപൂർവ സാധനമാണെന്നല്ല നിങ്ങൾ മനസ്സിലാക്കിയത്. അതല്ല നമ്മൾ പൊളിച്ചത്. അതിന്റെ ഗോഡൌണ്, അതിന്റെ ഗോഡൌൺ കണക്ക് അറിഞ്ഞു നോക്കുമ്പോ അവിടെ കെട്ടി കണക്കിൽ മുടി തന്നെ. പിന്നെ മുടി മാത്രമല്ല, ഇനി വടി, റസൂലുള്ളാഹിന്റെ കുപ്പായം, മുഹിദ്ദീൻ ഷേഖിന്റെ പുതപ്പ്, താടി, തലമുടി, പിന്നെ കഴിഞ്ഞു പോയ സകല അംബിയാ മുർസലീങ്ങളിലെയും ഔലിയാക്കളിലൊക്കെ ചെരുപ്പും കണ്ണടയും ടോർച്ചും എല്ലാം അവിടെ ഉണ്ട്. ഒന്നിനും സനതും ഇല്ല. അതൊക്കെ റസൂലുള്ളാഹിന്റെ ഈ ആ മഹാന്മാരതൊക്കെയാണ് അദ്ദേഹം പറയുന്നതും. എന്നാലാണ് സന്ന് ചോദിക്കാൻ പറഞ്ഞത്, സന്ന് ചോദിച്ചതിന് ദീനിന്ന് പുറത്താവുന്നതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പതുവ. അപ്പൊ ആരാണ് ഇപ്പൊ നിങ്ങളെ ഈ തട്ടിപ്പൊക്കെ? അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കൂല. നിങ്ങൾ ആകെ പരാജയപ്പെട്ടിട്ടുണ്ട്. സുന്നീസം വൈക്കെടുക്കുക. അതിനുശേഷം ബാസ് ബദീര അദ്ദേഹം വൈക്കെടുക്കുക. നമ്മുടെ ഒക്കെ കൈകളില് നമ്മളെ പ്രവർത്തകരുടെ പിന്നെ ഈ മുജാഹിദിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ മുജാഹിദിന്റെ എല്ലാ പുസ്തകവും വാങ്ങിക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ വാങ്ങിക്കാറുണ്ട്. നമ്മുടെ പേരോടായിക്കോട്ടെ, അതല്ലെങ്കിൽ അലവി സഖാഫി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരായ അബ്ദുൽ അമീദ് ഫൈസി ആയിക്കോട്ടെ, ഹസൻ സഖാഫി ആയിക്കോട്ടെ, ഈ മുജാഹിദീങ്ങളോട് മണ്ഡലങ്ങൾ സംവാദങ്ങൾ നടത്തുന്നതും